വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ആദ്യമായിട്ട് നമ്മള് വീഡിയോ എടുക്കുകയാണ്. അതായത് നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടോ സിദ്ധു? എടുത്തിട്ടില്ല അല്ലേ? നമ്മളിങ്ങനെ പല യൂട്യൂബേഴ്സിന്റെ കണ്ടിട്ടുണ്ട് എന്നല്ല, നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കൂടുതലും ഷോർട്സ് ആണ് ഇടണത്, കൂടുതലായിട്ട് ഷോർട്സ് ആണ് ഇടുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് കാണിക്കാൻ പോണത്? ഗിഫ്റ്റ് അൺബോക്സിംഗ്. ഗിഫ്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ സിദ്ധുവിന്റെ ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, ആകെ ഒരു 300 സംതിങ് അതിന്റെ ഇടയ്ക്കേ ഉള്ളൂ. അപ്പൊ മിക്കുള്ളവരും എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന മാതിരി എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ജസ്റ്റ് ചിലപ്പോൾ കാണുകയുള്ളൂ. എന്തായാലും എൻ്റെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് കണ്ടവർക്ക് അറിയാം സിദ്ധുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്തായിരുന്നു? ഡിസംബർ 10 ആയിരുന്നു. പക്ഷെ നമ്മള് അവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത് തൃക്കാർത്തികയുടെ അന്നാണ്. അപ്പൊ അന്നാണ് അവൻ ജനിച്ച അന്ന് തൃക്കാർത്തിക ആയിരുന്നു. അതും ആ കറക്റ്റ് സമയത്താണ് അവൻ ഡെലിവറി കഴിഞ്ഞത്. 6:25 സന്ധ്യക്ക് 6:25 പ്രസവം എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അവന് നമ്മുടെ കൈ കിട്ടിയത്. അപ്പൊ അതൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമ്മൾ ഇത്രയും വർഷമായിട്ട് അവന്റെ 6 വർഷവും സെലിബ്രേറ്റ് ചെയ്തത് ഇത് തൃക്കാർത്തികയുടെ അന്നാണ്. അപ്പൊ ഡേറ്റ് മാറും, കാരണം തൃക്കാർത്തിക പറഞ്ഞാൽ ചിലപ്പോ അവരുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് മുന്നേ ആയിരിക്കും. അങ്ങനെയൊക്കെ മാറി മാറി വരും. അപ്പൊ നമ്മൾ ഇത്രയും വർഷമായിട്ട് 6 വർഷമായിട്ട് എല്ലാ ബർത്ത്ഡേയും സെലിബ്രേഷൻ ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷൻ ഒന്നുമില്ല. ഞാനും ചേട്ടനും മോനും മാത്രമായിട്ടാണ്. കാരണം നമ്മൾ ഇതുവരെ നമ്മൾ പല പല സ്ഥലത്താണ്, ചേട്ടൻ്റെ വർക്ക് കാരണം പല പല സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് ഫാമിലീസ് ആരുമായിട്ട് ഒരു ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആകെ ഒരു നമ്മുടെ ഭയങ്കര ആഗ്രഹം കാരണം അവരുടെ സെക്കൻഡ് ബർത്ത്ഡേ നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. അത് നമ്മുടെ നാട്ടിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ കണ്ണൂരായിരുന്നു. അപ്പം അവിടെ കോട്ടേഴ്സിലായിരുന്നു. ഫുള്ള് കൊറോണ ടൈം ആയതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളത്. പിന്നെ അവിടെ കോട്ടേഴ്സിലുള്ള ഒരു 2-3 ഫാമിലി, പിന്നെ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ബർത്ത്ഡേ വീട്ടിൽ വെച്ചിട്ട്, പിന്നെ തേർഡ് എറണാകുളത്തായിരുന്നു, 4th എറണാകുളത്തായിരുന്നു, 5th 6th ഇവിടെ വിശാഖപട്ടണത്തായിരുന്നു. അപ്പൊ ഇത് 6th ബർത്ത്ഡേയുടെ എന്താണ് ഗിഫ്റ്റ്. ഭയങ്കര വലിയ ഗിഫ്റ്റ് ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റേ തൃക്കാർത്തികയുടെ കാര്യമാണ്. അപ്പൊ തൃക്കാർത്തികയുടെ അന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഡേറ്റിനെ നോക്കിക്കൂടിയാണ്. അപ്പൊ അത്രയും ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് നമ്മള് അന്നാണ് വിളക്കൊക്കെ ഫുള്ള് കത്തിച്ച്. അവന് കറക്റ്റ് ആ സമയത്തും കൂടെയാണ് ജനിച്ചത്. ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവന് ആ ദിവസം ജനിച്ചിരുന്നെങ്കിൽ കൊള്ളാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കറക്റ്റ് അവര് വിളക്കൊക്കെ കത്തിച്ച്, ഹോസ്പിറ്റലിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് അതിന് ശേഷമാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മോനെ. അപ്പോൾ ആ സന്ധ്യ സമയത്തും കൂടെയാണ് കിട്ടിയത്. അപ്പോൾ ചേട്ടന് ഭയങ്കര അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഈ ദൈവത്തിൻ്റെ കാര്യങ്ങളായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ദിവസം ആയതുകൊണ്ട് നമ്മൾ ഇത്രയും നാളെന്ന് വെച്ചാൽ 6 വർഷമായിട്ട് നമ്മൾ ആ ദിവസമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസംബർ 10 നമ്മൾ പുറത്ത് പോകും, പക്ഷെ അന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് ആ ദിവസമാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, കേക്ക് കട്ടിങ് മാത്രം, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ടും ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല. അവൻ്റെ ആഗ്രഹത്തിന് ഒരു കുഞ്ഞു കേക്ക് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ഒരു ടെഡി ബിയറിൻ്റെ കേക്കായിരുന്നു. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ കുറച്ച് ഗിഫ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്താണ് ഗിഫ്റ്റ് കിട്ടാൻ. അവന് ഭയങ്കര ആഗ്രഹം ഗിഫ്റ്റ് കിട്ടാനായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വലിയ വലിയ യൂട്യൂബേഴ്സ് എടുക്കണമെങ്കിൽ അത്രയും വലിയ ഗിഫ്റ്റ് ഒന്നും കിട്ടൂലല്ലോ. നമുക്ക് കുഞ്ഞു ഗിഫ്റ്റ് അവന്റെ സന്തോഷത്തിന് ആരെയും നമ്മൾ വെൽക്കം ചെയ്തിട്ടൊന്നുമില്ല. കാരണം നമ്മൾ കേക്ക് എല്ലാവർക്കും കൊടുത്തു, അത്രേ ഉള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഫ്ലാറ്റിൽ എല്ലാവർക്കും കേക്ക് കൊടുത്തു, അത്ര ഇതുണ്ടായിരുന്നു. അല്ലാതെ ഭയങ്കര വലിയ സെലിബ്രേഷൻ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് പേരൊക്കെ നമ്മള് ആരെയും വിളിച്ചില്ല, എന്നിട്ട് പോലും കുറെ പേരൊക്കെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു. അപ്പൊ ഭയങ്കര സന്തോഷം, ഭയങ്കര വലിയ താങ്ക്സ്. കാരണം എല്ലാവരും വിഷ് ചെയ്തു, ഒരുപാട് പേര്. അത് എന്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. സ്റ്റാറ്റസ് കാണാതെ എല്ലാവർക്കും അറിയാം അവരുടെ ബർത്ത്ഡേ തൃക്കാർത്തികയുടെ അന്നാണെന്ന് അറിയാം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ സ്റ്റാറ്റസ് 2 ദിവസം തൃക്കാർത്തികയുടെ അന്നും ഇടും, കൈ തണുപ്പ് ബർത്ത്ഡേയുടെ അന്നും ഇടും. കൈ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ
നമുക്ക് സ്വെറ്റർ ഇട്ടാലും സത്യം പറഞ്ഞാലും നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് പിന്നെ ഭയങ്കര എൻ്റെ ടെമ്പറേച്ചർ കുറച്ച് എപ്പോഴും ഹോട്ടായിരുന്നു. അപ്പം എനിക്ക് വലിയ തണുപ്പടിക്കൂല. ചേട്ടനൊക്കെ എപ്പോഴും സ്വെറ്റർ ഇടണം. അങ്ങനെ അപ്പോൾ കുറച്ച് ഗിഫ്റ്റേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്തു. എല്ലാവർക്കും താങ്ക്സ് പറയണ്ടേ? വിഷ് ചെയ്തു എല്ലാവരും എൻ്റെ സ്റ്റാറ്റസ്. ഞാൻ 2 ദിവസം സ്റ്റാറ്റസ് ഇടാണ്. 2 ദിവസം തൃക്കാർത്തികയുടെ അന്ന് സ്റ്റാറ്റസ് ഇടും, ബർത്ത്ഡേയുടെ അന്ന് ഇടും. കാരണം നമുക്ക് തൃക്കാർത്തികയുടെ അന്നൊരു സ്പെഷ്യലാണ്. ബർത്ത്ഡേ മറക്കാൻ പറ്റില്ല, കാരണം ദിവസം മാറി മാറി വരും. ഒരു ഒറ്റ തവണ, അതായത് 4th ബർത്ത്ഡേയുടെ അന്ന് മോൻ്റെ ബർത്ത്ഡേയും, അതായത് തൃക്കാർത്തികയും നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയും ഒരു ഒറ്റ ദിവസത്തെ വ്യത്യാസത്തിലാണ് വന്നത്. നവംബർ 26th ആണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി. 25th സിദ്ധുവേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് അത് രണ്ടും കൂടെ ഒരു ദിവസം എന്തെങ്കിലും ഇല്ല, ഏതെങ്കിലും ഒരു വർഷം വരുമെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ഇത്ര ഗിഫ്റ്റേ ഉള്ളൂ. കുഞ്ഞ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് ഭയങ്കര വിലപ്പെട്ട ഗിഫ്റ്റാണ്, വാല്യുബിൾ ഗിഫ്റ്റാണ്. ആ വലുതുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ ഏകദേശം പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് കാണിക്കാൻ പറ്റായിരുന്നത്. പക്ഷെ എല്ലാം നമ്മൾ കണ്ട് പൊട്ടിച്ച് കഴിഞ്ഞ് കാണിക്കണ്ടേ. അപ്പോൾ സിദ്ധുട്ടൻ തന്നെ കാണിക്കും. സിദ്ധുട്ടൻ കാണിക്കും, ഞാൻ കാണിക്കുന്നില്ല. സിദ്ധുട്ടൻ ഗിഫ്റ്റ് ഇല്ല, അപ്പോൾ സിദ്ധുട്ടൻ കാണിക്കും. ഫസ്റ്റ് ഏതെടുക്കാം നമുക്ക്? ഇത്. ഓക്കെ. അപ്പോൾ ഇത് എനിക്കൊരാൾ വാങ്ങിച്ചു തന്നെയാണ്. ഇത് പാന്റ് ആണ്. എവന് സത്യം പറഞ്ഞാൽ പാൻസ് വളരെ കുറവാണ്. എവന് ഹൈറ്റ് കുറച്ചുണ്ട്. അപ്പൊ ചേട്ടന് നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട്, എവനും അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് എവന് പാന്റ് എടുക്കുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യം. നമുക്ക് തന്നെ പാടാണ്. എവനെ കൊണ്ടുപോകാതെ പാന്റ് എടുക്കാൻ പറ്റൂല. എവന് 8-9 വയസ്സിന്റെ പാൻസ് ഒക്കെയാണ് നമ്മൾ എടുക്കണം. പക്ഷെ അവന് ഇവിടെ കിട്ടില്ല. ഇവിടെ ഭയങ്കര പാടായിരിക്കും. ഇതിന്റെ പേര് എന്താണ്? ഇതിന്റെ പേര് ചോട്ടാ ഭീമ. എനിക്ക് കാർട്ടൂൺസ് ക്യാരക്ടേഴ്സ് ഒന്നും അറിയില്ല, അവനും അറിയില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ഈ ടീഷർട്ടും ഈ പാന്റും ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ്. അപ്പൊ നമ്മൾ ആരും പേരൊന്നും പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് കാണിക്കുന്നു ഒരു നമ്മുടെ സന്തോഷത്തിന് വേണ്ടി. അപ്പൊ ഇത് ഒരു ഗിഫ്റ്റ് അവന് കിട്ടിയതാണ്. ഒരു ഉടുപ്പ്, ടീഷർട്ടും ഒരു പാൻറ്റും. നമുക്ക് തന്നെ പാൻറ് എടുക്കാൻ പാടില്ല. പക്ഷെ ഇത്തവണ എന്തോ എടുത്തുകൊണ്ട് വന്ന പാൻറ് കുറച്ച് വലുതാണ്. ഇത് സത്യം പറഞ്ഞാൽ 8 to 9 yearsന്റെ എങ്ങാണ്ടാണ്. 8 yearsന്റെ. അവൻ സത്യം പറഞ്ഞാൽ 6 ആയതേ ഉള്ളൂ. പക്ഷെ ഹൈറ്റ് അവന് ഇത്രയും വേണം. നല്ല ഹൈറ്റ് അവന് പെട്ടെന്ന് വെക്കുന്നുണ്ട്. അവന് ഇത്രയും വേണം. എനിക്ക് തോന്നുന്ന 2-3 പാൻറ് അങ്ങാണ്ടേ ഉള്ളൂ. നമ്മളത് അവനെ കൊണ്ടുപോകാതെ എടുത്തതെല്ലാം അവന് ചെറുതായിരുന്നു. പെട്ടെന്ന് ചെറുതാവും. പക്ഷെ അവൻ ഇവിടെ ഇത്തിരി മതി. അടുത്തത് നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് നോക്കി, കാരണം അറിയാലോ എക്സൈറ്റ്മെന്റ്. ഇത് നമ്മൾക്ക് ഒരാള് തന്നെയാണ്. ഇത് ഫുള്ള് മൊത്തത്തോടുള്ളതാണ് കേട്ടോ. ഒരൊറ്റ കവറിലായിട്ടിരുന്നതാണ്. ഇത് കളേഴ്സ് ആണ്. ക്രയോൺസിന്റെ മറ്റേ ഡ്രോയിങ് ഐറ്റംസ് ആണ്. ഡ്രോയിങ് കിറ്റ്. ഓക്കെ. അടുത്ത ഇത് ഡ്രോയിങ് ബുക്കാണ്. ഇതിൽ 12 പേജസ് ഉള്ളു. കാണാതെ പഠിച്ചു ചെയ്യണം. 12 പേജസ് എഴുതിയിട്ടുണ്ട്. ഇതിനെ കുറെ തവണ നോക്കി. ഞാനിത് യൂസ് ചെയ്യാൻ കൊടുത്തില്ല. സംഭവം വേറെ ഒന്നുമല്ല, ഇഷ്ടംമാതിരി ക്രയോൺസ് ഉണ്ട്. ഞാൻ വെച്ച് നമുക്ക് അത് ഫുള്ള് ചീത്തായി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാമല്ലോ. പെൻസിൽ കളറാണ്. അടുത്തത് ഇത് ക്യാമലിന്റെ ഒക്കെ കളറാണ്. ഇത് അടുത്ത ഇത് ഓയിൽ പേസ്റ്റിന്റെ കളേഴ്സ് ആണ്. കാണിച്ചു തരാം. ഇതിനോട് ഇതൊക്കെ കിട്ടും കേട്ടോ. ക്യാമലിന്റെ ഒക്കെ ഡ്രോയിങ്. പിന്നെ ദാണ്ട് ഇതാണ് സാധനം. ഇങ്ങനെ കാണിക്കാൻ പറ്റൂല, കാരണം ഇത് മറിഞ്ഞടിച്ച് വീഴും.
ഇതാണ് സാധനം. മതി മതി. ഓക്കെ, അടുത്ത നമുക്ക് വീഡിയോ എടുത്ത വലിയ പരിചയമൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഫുള്ള് ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ചെയ്യണത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് ടു ഫേസ് വന്ന് വീഡിയോ എടുക്കുന്നത്. സോറി, സിദ്ധുവിന്റെ കൈ കുറച്ച് മുറിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഈ ഒരു പെൻസിലാണ്. അടുത്തത് ഷാർപ്നർ ആണ്. ഇത് ഇതാ. അടുത്തത് ഇത് പുതിയതാണ്. ഇത് മറ്റേതോടെ ഇത് പഴയതാണ്. എനിക്ക് 2 ഉണ്ട്. ഇത് ഒരെണ്ണം ഡിമാർട്ടിൽ വാങ്ങിച്ചാണ്. ഇത് അതും കൂടെ ഇതിലെടുത്തിട്ടാ. ഇത് സത്യം പറഞ്ഞാൽ ഇത് അവൻ യൂസ് ചെയ്തത് അതിലെടുത്തിട്ടതാണ് കേട്ടാ. അവന് വാങ്ങിച്ചതാണ്. ഇവിടെ ഒരു ഷോപ്പുണ്ട് ഡിമാർട്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഭയങ്കര ഇവിടുത്തെ ഭയങ്കര നമ്മളെ മാള് പോലത്തെ സംഭവമാണ്. അത്രയും വലുതല്ല, പക്ഷെ നമുക്കില്ല മാളിൽ പോണ ഒരു ഫീലിംഗ് ആണ് അവിടെ പോകുമ്പോഴത്തേക്കും. ഇതൊരു ക്യാംലിൻ എന്ന് എഴുതിയിട്ടേക്കുന്ന ഒരു സ്കെയിലാണ്. ഇവിടെ വെച്ച് കാണിച്ചാൽ മതി, സൂം ചെയ്ത് കാണിക്കാമല്ലോ. അപ്പൊ ഇതാണ് എന്റെ കൂടെ കിട്ടിയത് കേട്ടോ, ഒറിജിനൽ. അപ്പൊ ഇതിന്റെ ഇവിടെ ഇരുന്നതും കൂടെ അതിലെടുത്തിട്ടിരിക്കണതാ. ഇത്ര സാധനങ്ങളാണ് എന്റെ കൂടെ കിട്ടിയത്. ഇതെടുക്കാം. അപ്പൊ ഇതൊരു ഗണ്ണിന്റെ സാധനമാണ്. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ അവന് വാങ്ങിച്ചു കൊടുക്കാറില്ല. കാരണം ഡേഞ്ചർ ആയിട്ട് ഫീൽ ചെയ്യും, നമുക്ക് പേടിയാണ്. എന്ന് വെച്ചാല് അമ്മയുടെ കണ്ണില് തട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാത്ത. മനസ്സിലാവും. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ ഇത് സ്പോഞ്ച് ആണ് കേട്ടാ. ഇവിടെ ഉള്ളത് മാത്രമേ കുറച്ച് ഇതുള്ളൂ. ചിലത് ഭയങ്കര മറ്റേ ഹാർഡായിട്ടുള്ള സാധനങ്ങളായിരിക്കും. നമ്മുടെ ഇവിടത്തെ എന്തെങ്കിലും സാധനത്തിൽ കൊണ്ടാലും മതി, പൊട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് അധികം യൂസ് ചെയ്യാൻ കൊടുക്കാറില്ല. പക്ഷെ അവന് ഇഷ്ടമാണ്. ഇത് ഉണ്ടായിരുന്നു, ഞാൻ മാറ്റി ചെയ്യണ്ട, അത് അങ്ങോട്ട് പോകുന്നേ. മതി മതി, പിന്നെ എടുക്കാം. അപ്പൊ ഇതാണ് ഒരു ഗിഫ്റ്റ്. ഇത് സത്യം പറഞ്ഞാൽ ഇതുണ്ടെങ്കിലും ഇതേ മോഡലൊന്നും അല്ല കേട്ടോ, വേറൊരു ടൈപ്പാണ്. ഇത് സ്പോഞ്ചാണ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു ഇതായിട്ട് തോന്നല്ല, വലിയ ഡേഞ്ചർ ഒന്നും അല്ല. കുഴപ്പമില്ല. ഇത് അധികം കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ചിലരൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇത് സോഫ്റ്റ് ആണ്. ഇത് കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നല്ല സ്പോഞ്ച് ആയതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. നമുക്ക് ഡേഞ്ചർ അല്ല കണ്ടോ, കിട്ടാനും തട്ടിയാലും. ഇതാണ് ഒരെണ്ണം സിദ്ധുവിന് കിട്ടിയത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനം. പിന്നെ കിട്ടിയത് സിദ്ധു ഇവിടെ നമ്മളിവിടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളവർക്കാണ് കൊടുത്തത്. അപ്പോ പിന്നെ ഇവിടെ മലയാളീസ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു പ്രോഗ്രാമായിട്ട് എല്ലാവരും അവിടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവർക്ക് ആർക്കും കൊടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഒരു ഫാമിലി മാത്രമേ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ അവർക്ക് മാത്രമേ നമ്മൾ കൊടുത്തോളൂ. അപ്പോൾ ഓക്കെ. ഇത് സിദ്ധു ചേട്ടൻ അച്ഛനും കൂടെ എവിടെ പോയപ്പോൾ കിട്ടിയതല്ലേ? സിദ്ധു അച്ഛനും കൂടെ കേക്ക് കൊടുക്കാൻ, കേക്കും മറ്റേ പായസം കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ചേച്ചി കൊടുത്തേണ്, അതിന് കൊടുത്തേണ് കേട്ടോ. ഒരു ചേച്ചി കൊടുത്തേണ്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒരു മുട്ടായിയും ഒരു ഫ്രൂട്ടി ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ അപ്പൊ തന്നെ കുടിച്ച്, ഇതും അവിടെ വെച്ച് കുടിച്ച്. പിന്നെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് കഴിച്ചായിരുന്നു. അടുത്ത ഇതാണ്. ഇത് അവന്റെ സ്കൂളിൽ നിന്ന് കിട്ടിയാണ്. നമുക്ക് സെലിബ്രേഷൻ ഇപ്പൊ 2 പറയാൻ കാരണമുണ്ട്. തൃക്കാർത്തിക കാരണം അറിയില്ല, ഇവിടെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് നാളിനെ കുറിച്ച് പറഞ്ഞാൽ അറിയില്ല. അവന് തന്നെ അറിയില്ല. അവൻ്റെ അടുത്ത് കുറെ തവണ ചോദിച്ചു, അമ്മ എനിക്ക് ഡിസംബർ 10 അല്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു. നമ്മുടെ മോനെ അങ്ങനെയല്ല, മോന്റെ സ്പെഷ്യൽ ഡേ ആണ്, നമ്മൾ ഇന്നാ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പൊ അവന് മുട്ടായി സ്കൂളിൽ ചോക്ലേറ്റ്സ് കൊടുത്തത് ഡിസംബർ 10-നാണ്. കാരണം അവന്റെ ഒഫീഷ്യലി ഡിസംബർ 10 ആണല്ലോ. അപ്പൊ അന്നാണ് ചോക്ലേറ്റ് എടുത്തത്. അപ്പൊ സ്കൂളിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണ്. സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ കൊടുത്തതാണ്. ഒരു ഗ്രീറ്റിംഗ് കാർഡും ഒരു പൗച്ച്. അതിൻ്റെ അകത്ത് ഒരു പെൻസിലാണ്. ഇത് ലോക്കായി കേട്ടാ. അതാണ്
ഇത് എങ്ങനെയോ ലോക്കായി. അപ്പൊ ഇത് അൺബോക്സ് ചെയ്യുന്നില്ല. ഓക്കെ, സംഭവം ലോക്കായി കേട്ടോ. ഇതിന്റെ അകത്തൊരു ഇതെങ്ങനെ എനിക്കറിയില്ല. ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് വരാം കേട്ടോ. ഗായ്സ്, ഞാൻ എപ്പോഴും അമ്മയോട് പറയും നഖം വെട്ടാന്ന്. അപ്പൊ അമ്മ നഖം വെട്ടത്തില്ല. അത് വേറൊന്നും അല്ല കേട്ടാ. എന്റെ കയ്യില് നെയിൽസ് ഇല്ല, എന്റെ നഖയില്ല. ഈ കയ്യിലുണ്ടല്ലോ നഖയില്ല. അപ്പൊ ഞാൻ ഇതില് നഖം വെട്ടാതെ ഇട്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാല് ഇതില് നഖം വളർത്താറുണ്ട്. എനിക്ക് നുള്ളാൻ വേണ്ടിയാണ്. നിന്നെ നുള്ളിട്ടുണ്ടോ? ഇത് വെച്ചിട്ട് ഇങ്ങനെ നുള്ളിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതല്ല, ഞാൻ സംഭവം മറ്റേ എന്താണ് ഈ നമ്മുടെ മീനിന്റെ സ്കിൻ ഇളക്കില്ലേ, തൊലി. അപ്പൊ നമുക്ക് ഈ കയ്യിൽ നഖയില്ലാതെ പറ്റില്ല. അപ്പൊ ഇവർക്ക് ഫുഡ് നല്ലത് കൊടുക്കണമല്ലോ. അപ്പൊ പിന്നെ നഖം ഇല്ലാതെ ഞാൻ ഫുള്ള് നഖം ഇതിപ്പോ വളർന്നതാ കുറച്ച്. അതായത് ഞാൻ നഖം എനിക്ക് ഇഷ്ടമല്ല. നഖം മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടുള്ള ഒരാളാണ്. എനിക്ക് ഇഷ്ടമേ അല്ല. ഞാൻ ക്യൂടെക്സ് ഒന്നും കയ്യിൽ അധികം ഇടാറില്ല. അപ്പൊ ഞാൻ ഈ ഇതിലും കുറച്ച് നഖം ഇട്ടായിരിക്കും. കറക്റ്റ് ആ നഖം വെട്ടണം എന്നാണ് അന്നായിരിക്കും ചേട്ടൻ മീനും കൊണ്ടുപോകുന്നത്, ഫിഷ്. നമുക്ക് സ്കിൻ ഇളക്കാം. അത് എനിക്ക് തോന്നുന്നു വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അറിയായിരിക്കും. നമുക്ക് ഈ കയ്യിൽ നഖം ഇല്ലെങ്കിൽ ചില മീനിന്റെ സ്കിൻ ഇളക്കാൻ പാടായിരിക്കും. അപ്പൊ ചില സമയത്ത് അത് തട്ടുമ്പോഴാണ് ഈ പറയണത്. അപ്പൊ ഇതെനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടാ. പെൻസിലും കൂടെ ഉള്ള ഒരു ഇതാണ്. എന്തായാലും എപ്പോഴെങ്കിലും അത് കാണിച്ചു തന്നെ. ഓക്കെ, ഇത് തുറന്നിട്ട് നമ്മള് ഏതെങ്കിലും വീഡിയോക്ക് നമ്മൾ കാണിച്ചു തരാം. ഒത്തിരി ലോക്കായി അന്നത്തെ സിസ്റ്റം എനിക്ക് അറിയില്ല കേട്ടാ. അമ്മ ഞാനൊരു കാര്യം പറയാം. ഈ സാധനമല്ലേ തുറക്കാറായി. അപ്പൊ ഇത് പറ്റുന്നില്ല കേട്ടാ. പിന്നെ ഉള്ളത് ഒരു ഗ്രീറ്റിംഗ് കാർഡ് കിട്ടി. ഇതും പ്രിൻസിപ്പൽ തന്നെയാണ്. അതിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, കാണിച്ചു കൊടുത്തേല്. ദേവാംശം എഴുതിയിട്ടുണ്ട്. എന്റെ പേര് ദേവാംശം. ദേവാംശം എന്നാണ് കേട്ടാ. സിദ്ധു എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. പക്ഷെ സിദ്ധു എന്നാണ് വിളിക്കണത്. ദേവാംശം വിളിക്കുന്നവരും ഉണ്ട്. ഞാൻ ലിറ്റിൽ ചാംസിലാണ് പഠിക്കുന്നത്, രവിജിത്ത് ലിറ്റിൽ ചാംസ്. വിഷസ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സ്റ്റുഡന്റ് ദേവാംശ്. ഇതാണ് സിദ്ധുവിന് വാങ്ങിച്ച സൈക്കിള്. അപ്പം നമ്മുടെ വക ഗിഫ്റ്റാണ്. നമ്മളും അവൻ്റെ മാമനും കൂടെ ഒക്കെ ചേർന്ന് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാണ്. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു സൈക്കിള്. മാമച്ചി കിച്ചാമച്ചി. ഓക്കെ, അത് എന്റെ അമ്മയുടെ ഒരു ബ്രദറാണ് കിച്ചാൻ. അമ്മയുടെ ഒരു ബ്രദറാണ്. അമ്മയ്ക്ക് ആകെ ഒരു ബ്രദറല്ലേ ഉള്ളു. എനിക്ക് ഞാൻ വിളിക്കണ കിച്ചാമച്ചി എന്നാണ്. യഥാർത്ഥ പേര് കിച്ചും പിന്നെ ഹാത്തിമും. പണ്ട് വിളിക്കുന്ന പേരാണ് ഹാത്തിമും. അത് ആക്ച്വലി ഹാത്തിമെന്ന് ഞാൻ പണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ വിളിക്കണതാണ്. ഈ സംഭവം കണ്ടോ, നമ്മൾ വീഡിയോ എടുക്കണത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റൂളൊക്കെ വെച്ചിട്ട്. എനിക്ക് സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ അത് ഇരിപ്പുണ്ട് അവിടെ. സ്റ്റാൻഡ് ഉണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. അത് വെച്ചിട്ട് ഇങ്ങനെ മറിഞ്ഞു വീണ പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എടുത്തത്. അപ്പൊ വൈൻഡപ്പ് ചെയ്യണ്ടേ വീഡിയോ? അപ്പോ ഇത്രയായിരുന്നു നമ്മുടെ സിദ്ധൂട്ടന്റെ ഗിഫ്റ്റ്. സിദ്ധൂട്ടിന് ഭയങ്കര സന്തോഷമായി കേട്ടോ ഈ ഗിഫ്റ്റ് കിട്ടിയപ്പോഴത്തേക്കും. അപ്പൊ എല്ലാരും വീഡിയോ കാണണം, ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഉള്ളതൊക്കെ അങ്ങ് ഞെക്കി പൊട്ടിച്ചേരാം അല്ലേ. സിദ്ധൂട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ ഏതാണ്? സിദ്ധൂട്ട് എപ്പോഴും കാണണം, നമ്മുടെ കൂടെ ഇരുന്ന്. സിദ്ധുവിന് നമ്മള് ഫോണ് സ്വന്തമായിട്ട് കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊച്ചു വന്ന് പറയുമ്പോൾ ഞാൻ ടൈം വെച്ചിട്ട് കൊടുക്കും. പ്രവീൺ പ്രണവിന്റെ വീഡിയോസ് ആണ് സിദ്ധു ഇത് കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോ ഏതാണ്? എനിക്ക് തോന്നുന്നു ചില ആൾക്കാരൊക്കെ പ്രവീൺ പ്രണവ് കണ്ടിട്ടുണ്ടെന്ന്. ചില ആൾക്കാരല്ല, അവർക്ക് ഇഷ്ടംമാതിരി വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒരുപാട് മില്യൺസ് കഴിഞ്ഞ അതാണ്. കുറെ പേർക്കൊക്കെ അറിയായിരിക്കും.
അവരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സിദ്ധുവും ചേട്ടനും അവരുടെ വീഡിയോസ് കാണും, എപ്പോഴും കാണും അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നാളെ കാണാം. ബൈ. ഓക്കെ ബൈ.